സംസ്ഥാന സർക്കാർ സർവീസിൽ മുസ്ലിം വിഭാഗത്തിനുള്ള പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നാണ് സമസ്ത യുവജന നേതാവ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യ കണക്ക് പുറത്തു വന്നതോടെ മുസ്ലിങ്ങൾ അന്യായമായി നേടിയെന്ന വാദങ്ങളുടെ പൊള്ളത്തരം പുറത്തുവന്നു. ജാതി സെൻസസ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സമദ് പൂക്കോട്ടൂർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഉദ്യോഗങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രാതിനിധ്യ കുറവ് കുറെ കൂടി ചർച്ചയാവുകയാണ്. ഈ ഘട്ടത്തിൽ സമസ്ത SYSന്റെ നേതാവ് സമദ് പൂക്കോട്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കണക്കുകൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ ഔദ്യോഗിക കണക്കുകൾ ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. മുസ്ലിം വിഭാഗത്തിന് 13.5% എന്ന് പറയുന്ന പ്രാതിനിധ്യ കുറവാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? കേരളത്തിലെ 27% വരുന്ന മുസ്ലിം സമൂഹത്തിന് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വളരെ കുറവാണ്. അവരുടെ സാമുദായിക ശതമാനത്തിനനുസരിച്ച ഒരു പ്രാതിനിധ്യം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇതാരും അംഗീകരിച്ചിരുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും മുസ്ലിങ്ങൾ കൂടുതൽ നേടി, അതുപോലെ പലരും പറയാറുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് കൃത്യമായി കണക്ക് പ്രസിദ്ധീകരിച്ചു, നിയമസഭയിൽ കണക്ക് വെച്ചു. അത് അടിസ്ഥാനത്തിൽ 13.5% എന്ന് പറയുന്നത് വളരെ വലിയ കുറവാണ്. സ്വാഭാവികമായും എല്ലാ സമൂഹത്തിൻ്റെയും കൂടെ ഒരു തുല്യത എല്ലാ പൗരന്മാർക്കും ലഭിക്കേണ്ടതാണ്. അത് മാത്രമേ മുസ്ലിം സമുദായം ആവശ്യപ്പെടുന്നുള്ളൂ. ഈ പുറത്തു വന്ന കണക്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമ്മൾ ഒന്നുകൂടി അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ജോലികളിൽ വളരെ താഴ്ന്ന തസ്തികകളിലുള്ളത് കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇത്രയും ഒരു ശതമാനമെങ്കിലും മുസ്ലിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഉയർന്ന ജോലികളിൽ വളരെ കുറവാണ്. അങ്ങോട്ട് എത്തണമെങ്കിൽ കൂടുതൽ ആളുകളും പ്രൊമോഷനും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ വേണം. നേരത്തെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട തസ്തികകളുടെ കണക്ക് കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതൊരു കമ്മീഷൻ ഔദ്യോഗികമായി കണ്ടെത്തിയതാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. വളരെ നേരത്തെ ഈ കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ ഈ സാമുദായിക അസന്തുലിതാവസ്ഥ പരിഹരിക്കൽ ഒരു ന്യായമായ ആവശ്യം മാത്രമാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് നടത്താൻ മുന്നോട്ട് വരുമ്പോൾ ഈ കൂടുതൽ നേടിയ സമുദായങ്ങൾ അതിനെ എതിർക്കാതിരിക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കണം. ഒരു മാന്യതയും അതുപോലെ തന്നെ സഹവർത്തിത്വവും സഹിഷ്ണുതയും കാണിക്കാൻ അവർ തയ്യാറായാൽ ഇത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനമായി ഇത് ഉദ്യോഗത്തിലെ കണക്കുകളാണ് ഔദ്യോഗികമായി പുറത്തു വന്നത്. രണ്ടാമത്തെ ഒരു ആവശ്യം, ജാതി സെൻസസ് ഉടനെ നടപ്പാക്കണം. ജാതി സെൻസസ് കൂടി നടപ്പാക്കുമ്പോൾ കൃത്യമായി ഓരോ ജാതിയും എത്ര ശതമാനമുണ്ട് നമ്മുടെ രാജ്യത്ത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാനുള്ള സാഹചര്യവും കൂടി ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ തീർച്ചയായും അസംതൃപ്ത വിഭാഗം ഇല്ലാത്ത ഒരു സംതൃപ്ത വിഭാഗത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട വിവാദ പ്രസ്ഥാനം വെള്ളാപ്പള്ളിയുടെ മുസ്ലിം പ്രീണനം എന്നുള്ളതാണ്. ശരിക്കും അത്തരം പ്രസ്താവനകൾ, അത്തരം പ്രചരണങ്ങളെ മുനയൊടിക്കുന്നത് കൂടിയല്ലേ കണക്കുകൾ? തീർച്ചയായിട്ടും ഈ കൃത്യമായി രാജ്യത്തെ കണക്കുകൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സാമുദായിക നേതാവ് അത്തരമൊരു പ്രസ്താവന നടത്തുന്നതിൽ അസാംഗത്യമാണ്. മുസ്ലിങ്ങൾ കൂടുതൽ നേടി എന്നൊരു ഡാറ്റയും ഇല്ലാതെ പറയുകയും ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ച കൊണ്ടുവരികയും ചെയ്യുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് യോജിച്ചതല്ലല്ലോ. തീർച്ചയായും നിലവിലെ കണക്കുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് തന്നെ പോകണം എന്ന ആവശ്യമാണ് സമദ് പൂക്കോട്ടൂർ മുന്നോട്ട് വയ്ക്കുന്നത്. സഞ്ജു പറ്റമല്ലപ്പം, മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.